സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. അടിമുടി ദുരൂഹത തന്നെയാണ് എന്ന് തന്നെ പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1, വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ പാളികൾ എങ്ങനെ ചെമ്പായി? നമ്പർ 2, പാളി അഴിച്ചപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യമില്ലാത്തത് എന്തുകൊണ്ട്? ദേവസ്വത്തിന്റെ തന്നെ തിരുവാഭരണം കമ്മീഷണറുടെയും സ്മിത്തിന്റെയും സാന്നിധ്യമില്ലാതെ പോയത് എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 3, 4 കിലോ തൂക്കക്കുറവ് ബോർഡ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ആൻഡ് പോയിന്റ് നമ്പർ 4, തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്തും മഹസറിൽ ഒപ്പുവെക്കാഞ്ഞത് എന്തുകൊണ്ട്? ചോദ്യം നമ്പർ 5, ചെന്നൈയിലേക്ക് ദേവസ്വം പ്രതിനിധി പോകാതിരുന്നത് എന്തുകൊണ്ട്? ചോദ്യം നമ്പർ 6, സ്വർണ്ണപ്പാളിയിലെ പൊട്ടൽ എങ്ങനെയുണ്ടായി? ചോദ്യം നമ്പർ 7, പാളിയിൽ ചെന്നൈയിലെത്തിയത് 1 മാസം കഴിഞ്ഞാണ്. ഈ 39 ദിവസത്തിന്റെ കാലതാമസം എന്തിനു വേണ്ടിയായിരുന്നു? ചോദ്യം നമ്പർ 8, 40 വർഷം വാറന്റിയുള്ള പാളി 6 വർഷം കൊണ്ട് വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനാണ്? ചോദ്യം നമ്പർ 9, ലഭിച്ചത് സ്വർണ്ണ പെയിന്റ് അടിച്ച പാളി എന്ന് പോറ്റി പറയുമ്പോൾ ദേവസ്വത്തിന് പറയാൻ എന്തു മറുപടിയുണ്ട്? ചോദ്യം നമ്പർ 10, ശ്രീകോവിൽ വാതിൽ മാറ്റി സ്ഥാപിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്തിന്? ചോദ്യം നമ്പർ 11, പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്താത്തത് എന്ത്? ഇത്രയും ചോദ്യം വായിച്ചപ്പോൾ തന്നെ ഞാൻ തളർന്നു. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പിലിരിക്കുന്ന പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും സ്വാഭാവികമായിട്ടും തകരുമല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയേ മതിയാവൂ. ഇതൊക്കെ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും. അയ്യപ്പ ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും വേദനിപ്പിക്കുന്ന വാർത്തയെ തീരും. ഭഗവാന്റെ ഒരു തനി സ്വർണമെങ്കിലും പൊന്നെങ്കിലും ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഗുണം പിടിക്കത്തില്ല എന്ന് തന്നെയാണ് ഭക്തന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അയ്യപ്പൻ അങ്ങനെ അവരെ സമാധാനമായിട്ട് വാഴ്ത്തുമെന്ന് ആരും കരുതുകയും വേണ്ട. പണി വന്നിരിക്കും. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ റിപ്പോർട്ടർ SIT അന്വേഷണം തുടരുകയാണ്. ഹരിമോഹനും റോഷിപാലും TV പ്രസാദും റഹീസ് റഷീദും അടങ്ങുന്ന സംഘം ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. ഇപ്പോൾ റോഷിയും ഹരിയും നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് റോഷി, ഗുഡ് മോർണിംഗ് ഹരി. അങ്ങനെ നമ്മളുടെ അന്വേഷണവും മറ്റൊരു നിർണായക ഘട്ടത്തിൽ എത്തുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് നമ്മളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനാണ്. അതിൻ്റെ ഭാഗമായുള്ള ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം പുറത്തുവിട്ടു. ചെന്നൈയിൽ കൊണ്ടുപോയി സ്വകാര്യ പൂജ നടത്തിയത്, ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സ്വർണ്ണപ്പാളികൾ പൂജ നടത്തിയത്, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒടുവിൽ ജയറാമിന് സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടി എല്ലാ പ്രതിരോധങ്ങളും പോറ്റിയുടേതും പൊളിഞ്ഞുപോയി. പിന്നീട് നമ്മൾ പുറത്തുവിട്ട മഹസർ, ആ മഹസറിലെ കൂടുതൽ വിവരങ്ങൾ അതിലുവേറെ ഞെട്ടിക്കുന്നതാണ്. ഇത് അഴിച്ചെടുത്തുകൊണ്ട് പോകുന്ന ദിവസങ്ങളിൽ ദേവസ്വത്തിൻ്റെ കമ്മീഷണറോ സ്മിത്തോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരം നമ്മൾ പുറത്തുവിട്ടു. ചെമ്പുപാളി എന്ന മഹസറിൽ എഴുതിയിരിക്കുന്ന വിവരം നമ്മൾ നിർണായകമായത് പുറത്തുവിട്ടു. അതിനുശേഷം ഇന്നലെ ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടാതെ പതറിപ്പോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം പുറത്തുവിട്ടു. അപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നാണ് പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. റോഷി, ഹരി, ആദ്യം ഞാൻ ഹരിയിൽ നിന്ന് തുടങ്ങാം. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയാണല്ലോ. ഗുഡ് മോർണിംഗ് ഹരി. ഇന്ന് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒടുവിലിത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലേക്ക് പോകാനല്ലേ സാധ്യത? ദേവസ്വം വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ട് അവിടെ സ്വർണ്ണമോഷണം നടന്നിട്ടുണ്ട് എന്ന മട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോഷണക്കുറ്റം അതിൽ വരും. അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് മാറും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിരി മായും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ഈ സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണ് ഹരി? ഗുഡ് മോർണിംഗ് അരുൺ. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് സ്വർണമായിരുന്നു പാളികൾ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ദേവസ്വം വിജിലൻസിനെ ആകെ സംശയത്തിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ അവർ സംശയിക്കുന്നത്, ഇത് രേഖകളിൽ ചെമ്പായി മാറി. അതായത് പാളികൾ സ്വർണമായിരുന്നു, പക്ഷേ രേഖകളിൽ അത് ചെമ്പായി മാറി എന്നുള്ളതിലാണ് ഒരു ദുരൂഹത, ഒരു സംശയം. വലിയ രീതിയിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ദേവസ്വം വിജിലൻസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാൻ കഴിയുക. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇത് പൂർണ്ണമാവില്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് മാത്രം ഇത് പൂർണ്ണമാവില്ല. ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൂടി ഇതിനകത്തുണ്ട്. അതെങ്ങനെയാണ് ആ വീഴ്ച സംഭവിച്ചത്, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുക. ഇനിയിപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ളിൽ തന്നെ 2019 ഈ സ്വർണ്ണപ്പാളികൾ
അഴിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മഹസറിൽ ഒപ്പുവെച്ച എല്ലാ ഉദ്യോഗസ്ഥരും ഒന്നൊഴിയാതെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത്. ഫലത്തിൽ അത് ചോദ്യം ചെയ്യൽ തന്നെയായി മാറും. അന്ന് ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നീ പറയുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴികൾ എന്ന് പറയുന്നത് മുൻപ് മല്ലിയട സംഘത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരടക്കമുള്ള ആളുകളുടേതാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ മൊഴി നൽകിയ ആളുകളെല്ലാം ഇത് സ്വർണ്ണമാണ് അല്ലെങ്കിൽ സ്വർണം പതിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് തന്റെ കയ്യിൽ തന്ന രേഖയിൽ ഇത് ചെമ്പ് വാളിയാണ് എന്ന് പറയുന്നത്. അത് സ്വർണ്ണമാണെന്നുള്ള കാര്യമൊന്നും തനിക്കറിയില്ല, താൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ദേവസ്വം വിജിലൻസ് തള്ളിക്കളയുകയാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരം, ദേവസ്വം വിജിലൻസിന്റെ കയ്യിലുള്ള രേഖകൾ പ്രകാരം അത് സ്വർണം പതിപ്പിച്ചത് തന്നെയാണ്. അതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ട്, പോറ്റിയുടെ ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ രീതിയിൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകും. പരമാവധി വേഗത്തിൽ ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിക്കും. ഈ ഹരി ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്, പലിശയ്ക്ക് പണം കൊടുത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇന്നലെ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പഠിച്ച ആളായതുകൊണ്ട് ഇത് നേരിട്ട് ബാങ്ക് വഴി ട്രാൻസാക്ട് ചെയ്യാനുള്ള സാധ്യതകളും കുറവായിരിക്കും അല്ലേ? അതെ അരുൺ, ഇന്നലെ സമർപ്പിച്ച ബാങ്ക് രേഖകൾ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ ദേവസ്വം വിജിലൻസ് തയ്യാറായിട്ടില്ല. കാരണം ഇന്നലെ സമർപ്പിച്ചത് എന്തായാലും കണക്കിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത, ദുരൂഹതകൾ കുറഞ്ഞ ബാങ്ക് രേഖകളാവാം. മറ്റ് ഡോക്യുമെന്റ്സ്, അതായത് ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച ചില ഡോക്യുമെന്റ്സ്, അതൊക്കെ പക്ഷേ ദേവസ്വം വിജിലൻസ് ഇന്നലെ സമർപ്പിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ സമർപ്പിച്ചത് സ്വീകരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ സമാന്തരമായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിലാണ് കോടികളുടെ പണം അല്ലെങ്കിൽ കോടികൾ ഇയാളുടെ അക്കൗണ്ടുകളിലായി വന്നു മറിഞ്ഞിട്ടുണ്ട്. അത് ഇയാൾ ഇന്നലെ സമർപ്പിച്ച ബാങ്ക് രേഖകളിലുള്ള അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലല്ല, മറിച്ച് മറ്റ് അക്കൗണ്ടുകൾ, മറ്റ് ബിനാമി അക്കൗണ്ടുകൾ, കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടുകൾ എന്നിവയിലാണ് ഈ കോടികൾ വന്നു മറിഞ്ഞത് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ദുരൂഹതയുണ്ട്. ആ ഭൂമി ഇടപാടുകൾ അടക്കമുള്ളവയിൽ കൃത്യമായ അന്വേഷണം നടക്കും. അത് ദേവസ്വം വിജിലൻസ് മാത്രമല്ല, ഇനിയിപ്പോൾ അതിലേക്ക് കൈകടത്താൻ പോലീസും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. ഓക്കെ, എന്തായാലും ഹരിമോഹനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്ന് കാണുന്നുണ്ടെന്നാണ് അറിയുന്നത്. വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അടിയാധാരം വരെ തെരഞ്ഞുപോയി എന്നുള്ളതാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ഒരു പരാതി. സ്വാഭാവികമല്ലേ? ഇനി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങ് വളരെ ക്ലീൻ ആയിട്ട് പുറത്തു വരും. അതല്ലേ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ടാവും ഒരുപക്ഷെ വീട്ടിൽ. കാര്യങ്ങളൊക്കെ തുറന്നു പറയൂ, പൊതുസമൂഹം അറിയട്ടെ. വിശ്വാസികളുടെ വിഷയമല്ലതേ.